നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. VS അച്യുതാനന്ദനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചിരിക്കുന്നത്. ജീവിതത്തിലെ നിരവധി വർഷങ്ങൾ പൊതുസേവനത്തിനും കേരളത്തിന്റെ പുരോഗതിക്കായും സമർപ്പിച്ച വ്യക്തിയായിരുന്നു VS എന്ന് മോദി അനുസ്മരിച്ചു. തങ്ങൾ ഇരുവരും അതത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹവുമായി നടത്തിയ ആശയവിനിമയങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത്. ഈ ദുഃഖവേളയിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും അനുയായികളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. VSന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇപ്പോൾ സെക്രട്ടറിയിലെ ദർബാർ ഹാളിലേക്ക് ജനപ്രവാഹമാണ് എത്തുന്നത്. ഒരുപാട് പ്രമുഖർ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ എത്തിയിരിക്കുകയാണ്. മറ്റ് നേതാക്കളടക്കമുള്ളവരൊക്കെ സ്ഥലത്തേക്ക് ഒഴുകിയെത്തുകയാണ്. രാഷ്ട്രീയ രംഗത്തെ നേതാക്കൾ VSന്റെ വിയോഗത്തെ അനുസ്മരിച്ചു. ദർബാർ ഹാളിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. എന്തായാലും അവസാനം ഒരു നോക്ക് കാണാനായി ജനപ്രവാഹം തന്നെയാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നത്. ബാർട്ടൺ ഹില്ലിലെ മകൻ്റെ വീട്ടിൽ നിന്ന് വിലാപയാത്രയായാണ് ഭൗതികദേഹം സെക്രട്ടേറിയറ്റിൽ എത്തിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും അന്തിമോപചാരം അർപ്പിക്കുകയുണ്ടായി. VSനെ അവസാനമായി കാണാൻ ജനക്കൂട്ടം സെക്രട്ടേറിയറ്റിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഉച്ചയ്ക്ക് ശേഷം വിലാപയാത്രയായി ദേശീയപാതയിലൂടെ കൊല്ലം വഴി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. വിവിധ സ്ഥലങ്ങളിൽ പൊതുദർശനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. VS അച്യുതാനന്ദന്റെ പൊതുദർശനവും വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ അടക്കം ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് ഭാഗത്തേക്ക് വാഹന ഗതാഗതം അനുവദിക്കില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. പൊതുദർശനത്തിനായി വരുന്നവരുടെ ചെറിയ വാഹനങ്ങൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, വെള്ളയമ്പലം വാട്ടർ അതോറിറ്റി പാർക്കിംഗ് ഗ്രൗണ്ട്, ജിമ്മി ജോർജ് സ്റ്റേഡിയം ഗ്രൗണ്ട്, ടാഗോർ തിയേറ്റർ ഗ്രൗണ്ട്, തൈക്കാട് PTC ഗ്രൗണ്ട് എന്നിവിടങ്ങളിലായി പാർക്ക് ചെയ്യണം. വലിയ വാഹനങ്ങൾ ആറ്റുകാൽ ക്ഷേത്ര ഗ്രൗണ്ടിലും കവടിയാല സാൽവേഷൻ ആർമി ഗ്രൗണ്ടിലും പൂജപ്പുര ഗ്രൗണ്ടിലുമായി പാർക്ക് ചെയ്യണം. ഇവിടെയല്ലാതെ പ്രധാന റോഡിലും ഇട റോഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്നതടക്കമുള്ള നിർദ്ദേശമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയതാണ്. എന്തായാലും അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിയത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ദർബാർ ഹാളിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു. നേതാക്കന്മാർ ഒന്നടങ്കം ഒഴുകിയെത്തുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ, V ശിവൻകുട്ടി, EP ജയരാജൻ, അതുപോലെ തന്നെ എല്ലാ നേതാക്കളും അവിടെ സന്നിഹിതരാണ്. എല്ലാവരും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുകയാണ്. എന്തായാലും ആ ദർബാർ ഹാളിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളിലേക്ക്. ഇവിടെ തന്നെ ബാക്കി നോക്കാൻ എടുത്തോളൂ. നമുക്ക് നടക്കാൻ പറ്റുന്നല്ലോ. കേട്ടില്ല. നേരെ കണ്ടിട്ടാണ് വരുന്നത്. വിവിധ പോയിന്റുകളിൽ
അതെ അതെ ആലപ്പുഴയിലേക്ക് 9400